കുറേ വർഷങ്ങളായി വ്യത്യസ്തങ്ങളായ ഭാഷകൾ പഠിക്കുകയും കൈകാര്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഭാഷകളെയൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ലാംഗ്വേജ് അനാലിസിസിന്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പ്രധാനമായും പങ്കുവയ്ക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ പോലും ആദ്യം കുറച്ചു നേരം ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊരു സംഭവമുണ്ട്. ഇത് അറിയാവുന്നവർക്ക് കുറച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, കുറച്ച് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ, ഞാൻ. സംസാരിക്കുന്ന ആരാണോ അയാൾ, ഞാൻ. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ, നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന യു. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമതൊരു വ്യക്തി. ഓക്കെ, അപ്പം അതിന് ഉള്ള വാക്കുകൾ ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെയാണ്. അപ്പം നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കുന്ന നേരത്ത് അയാൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഷീ, ഒരു പുരുഷനാണെങ്കിൽ ഹി, ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ, ഇപ്പം ഒന്നിൽ കൂടുതൽ, രണ്ടോ അതിലധികം ആളുകളുണ്ടെങ്കിൽ ദേ എന്ന് പറഞ്ഞ, അവർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. പിന്നെ ഉള്ളത് ഇറ്റ് എന്നാണ്. ഇറ്റ് എന്ന് പറയുന്ന നേരത്ത് അത്. ഈ ഇറ്റ് എന്ന് പറയുന്ന പകരം നമ്മൾ ദിസ് എന്നും ദാറ്റ് എന്നും പറയാറുണ്ട്. ഈ ഇറ്റ്, ദിസ്, ദാറ്റ് ഇതെല്ലാം ഏകവചനമാണ്, സിംഗിളറാണ്. ഇതിനെല്ലാം പ്ലൂറൽ ഉണ്ട്, ബഹുവചനമുണ്ട്. ദിസിന്റെ ബഹുവചനമാണ് ദീസ്, പിന്നെ ദാറ്റിന്റെ ബഹുവചനമാണ് ദോസ്. അപ്പം ഇത്രയുമാണ് ഇംഗ്ലീഷിലെ തേർഡ് പേഴ്സൺ. അതായത് ഹി, ഷീ, ഇറ്റ്, അല്ലെ അതിന്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന ദിസ്, ദാറ്റ്, പിന്നെ ദീസ്, ദോസ്. ഓക്കെ, ഈ വാക്കുകളും ഇന്ത്യൻ ഭാഷയിലേക്ക് വരുന്ന നേരത്ത്, ഇന്ത്യൻ ഭാഷകളിലേക്ക് വരുന്ന നേരത്ത് വരുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഗ്രാമാറ്റിക്കൽ പാറ്റേൺ ആണ്, പക്ഷെ ഞാനിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ മാത്രമാണ് ഇംഗ്ലീഷിലെ. എന്തുകൊണ്ട് ഞാൻ തേർഡ് പേഴ്സൺ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളികൾക്ക് ഏത് ഭാഷയും പഠിച്ചെടുക്കാൻ എളുപ്പമാണ് എന്ന് ആരോ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആരോ, ഏതോ ഒരു പണ്ഡിതൻ പണ്ട് മുതൽ പറഞ്ഞ് അത് കേട്ട് നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് അത് ഉൾക്കൊണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ മലയാളികൾക്ക് ഭാഷകൾ പഠിക്കാൻ ഇത്രയും എളുപ്പമായിരിക്കുന്നതാണ് എൻ്റെ ലിമിറ്റഡ് റിസർച്ചിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യൻ ഭാഷകളിലെ ഗ്രാമാറ്റിക്കൽ പാറ്റേൺ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, വ്യാകരണം എടുത്ത് നോക്കുകയാണെങ്കിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷ മലയാളമാണ്. അത് നമ്മൾ മലയാളികളായതുകൊണ്ട് എളുപ്പമാണ് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഗ്രാമാറ്റിക്കൽ പാറ്റേൺ വെച്ച് നോക്കുന്ന നേരത്ത് ഏറ്റവും എളുപ്പം മലയാളമാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഭാഷകളും, കന്നഡയാവട്ടെ, ബംഗാളി ആവട്ടെ, ഹിന്ദിയോ, തമിഴോ, തെലുഗോ, ഈവൻ ഇംഗ്ലീഷ് പോലും കുറച്ച് ടഫാണ്, കുറച്ച് വ്യത്യസ്തമാണ് ഗ്രാമാറ്റിക്കൽ പാറ്റേൺ. എന്നിട്ട് നമ്മൾ മലയാളികൾ പഠിച്ചെടുക്കുന്നു പുഷ്പം പോലെ. ഇനി മറ്റുള്ള ഭാഷക്കാർക്ക് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം മലയാളം ഭയങ്കര ടഫാണ്. മലയാളം ടഫ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. മലയാളത്തിലെ ഉച്ചാരണങ്ങൾ ഴ, ഗ, ജ, ഡ, ദ, ബ, ഞ, ങ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ ടഫായിരിക്കും മറ്റുള്ള ഭാഷക്കാർ. കാരണം അവരുടെ ഭാഷയിൽ ഒന്നുകിൽ ഈ വാക്കുകളൊന്നും ഇല്ല, ഈ അക്ഷരങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ ഉണ്ട്, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പം കന്നഡയിലും തമിഴിലും തെലുങ്കിലും ഉള്ള വാക്കുകൾ തന്നെയാണ് ഈ ഞ എന്നതും ങ എന്നതും. പക്ഷെ അവരുടെ ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ആ അക്ഷരങ്ങളിൽ വാക്കുകളേ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചില ഭാഷകളിൽ, ഉദാഹരണം തമിഴ് ഉണ്ടെങ്കിൽ പോലും അവരത് ഉപയോഗിക്കാറില്ല. അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഉച്ചാരണത്തിൻ്റെ കാര്യം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, ഗ്രാമർ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ, ഞാൻ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഇപ്പോൾ പറയുന്നില്ല, തേർഡ് പേഴ്സൺ പറയാം. ഹി, ഷീ, ഇറ്റ്, ദേ. ഈ ഇത്രയും വാക്കുകൾ വരുന്ന നേരത്ത് നമ്മൾ ഏത് വെർബാണോ, ക്രിയയാണോ ഉപയോഗിക്കുന്നത് അതിൽ നമ്മുടെ മലയാളത്തിൽ വ്യത്യാസമില്ല. ഇംഗ്ലീഷിൽ ചില കാലങ്ങളിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ബാക്കി കാലങ്ങളിൽ വ്യത്യാസമില്ല. പ്രസന്റ് ടെൻസിൽ എല്ലാം മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഐ ഗോ എന്നത് ഹി വരുന്ന നേരത്ത് ഗോസ് എന്നായി മാറും, ഗോ അല്ല. ഓക്കെ, അതേപോലെ തന്നെ ദേ ഗോയാണ്, ഇറ്റ് ഗോസ് ആണ്. ഓക്കെ, അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഒഴികെ ബാക്കിയെല്ലാം, ഇപ്പം സിമ്പിൾ പാസ്റ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് പെർഫെക്റ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഈ 3 വിഭാഗത്തിലും പാസ്റ്റ് ടെൻസിൽ
സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് വെർബ് മാറുന്നില്ല. അതേപോലെ തന്നെ ഫ്യൂച്ചറിൻ്റെ 4 സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് വെർബ് മാറുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഇപ്പോൾ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭാഷകളെ കുറിച്ചാണ്. പക്ഷേ ഞാൻ പറയും, നമ്മുടെ ABC2XYZ എന്ന് പറഞ്ഞ പുതിയൊരു ചാനലിൽ ഇംഗ്ലീഷ്, ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷും ഹിന്ദിയും നമ്മൾ ബേസിക് മുതൽ തുടങ്ങും. അന്ന് തുടങ്ങുന്ന കാലത്ത് അധികം വൈകാതെ ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്കിനി ഇന്ത്യൻ ഭാഷകളിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന കുറച്ച് ഭാഷകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ടോപ്പ് 5, ടോപ്പ് 10 അതൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു. അപ്പം ടോപ്പ് 5 മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഹിന്ദി, ബംഗാളി, മറാത്തി, തെലുഗു, തമിഴ്. ഈ 5 ഭാഷകളും. ഒപ്പം നമ്മളിവിടെ കന്നഡയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഈ ചാനലിൽ. അതുകൊണ്ട് കന്നഡ, പിന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി മലയാളം. ഈ 7 ഭാഷകൾ മാത്രമേ ഞാൻ ഈ ഒരു വിശകലനത്തിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇനിയും കൂടുതൽ ഭാഷകളിലേക്ക് നമ്മൾ ആഴമായി ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ കൂടുതൽ ഗ്രാമാറ്റിക്കൽ പാറ്റേൺ കാണാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന 7 കാറ്റഗറികളാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഷകളുടെയൊക്കെ വ്യാകരണം ഉണ്ടാക്കിയത് ഞാനാണെന്നല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഗ്രാമറുകളെയൊക്കെ ചെറുതായിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് കണ്ടെത്തലുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ ഒരു കമൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലെ പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പം വ്യാകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷകളെ നമുക്ക് 7 കാറ്റഗറിയായിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ഭാഷകളിൽ ആകെ 2 ജെൻഡറേ ഉള്ളൂ, പുല്ലിംഗവും സ്ത്രീലിംഗവും, മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഉദാഹരണം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നുണ്ടാവും. ഹിന്ദി ഭാഷയിൽ ആകെ പുല്ലിംഗവും സ്ത്രീലിംഗവും മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വസ്തുക്കൾക്കും, നമ്മൾ ഈ ഈറ്റ് എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകൾക്കും ഒന്നുകിൽ പുല്ലിംഗമാണ് അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. അതനുസരിച്ചായിരിക്കും നമ്മുടെ വെർബ് വരുന്നത്, ക്രിയ വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. രാജ് ഗിര എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജു വീണു. ഇനി റാണിയാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ റാണി ഗിരി എന്ന് പറഞ്ഞ് വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഗിർന എന്ന് പറഞ്ഞ ഒരു ക്രിയ നമ്മളെപ്പോഴും ജാന എന്ന് പറഞ്ഞ ക്രിയയോടൊപ്പമാണ് ആഡ് ചെയ്ത് ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ABC2XYZ എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ഹിന്ദി റൂട്ട് ലെവൽ മുതൽ പഠിപ്പിക്കുന്ന നേരത്ത് ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. രാജു വീണു എന്ന് പറയാനായിട്ട് രാജുഗിര, പിന്നെ റാണി വീണു എന്ന് പറയാനായിട്ട് റാണിഗിരി. ഇനി ഒരു പുസ്തകമാണെങ്കിൽ കിതാബ്, കിതാബ് ഗിരിയാണ്, കാരണം കിതാബ് ഒരു സ്ത്രീലിംഗമാണ്. ഓക്കെ, പുസ്തകം ഒരു സ്ത്രീലിംഗമാണ്. ഇനി പട്ടി വീണു എന്ന് പറയാനായിട്ട് കുത്ത ഗിര, കാരണം പട്ടി എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഈ കുത്ത എന്ന് പറയുന്നത് ഒരു പുല്ലിംഗമാണ്, അതിൻ്റെ സ്ത്രീലിംഗം കുത്തിയാണ്. ഓക്കെ, കുത്തിയാണെങ്കിലാണ് ഗിരി വരുന്നത്, കുത്താണെങ്കിൽ ഗിര ആണ്. ഓക്കെ, അപ്പം നമ്മൾ സൗത്ത് ഇന്ത്യക്കാർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ വസ്തുക്കളുടെയും, എല്ലാ മൃഗങ്ങളുടെയും, എല്ലാ ജീവികളുടെയും എല്ലാത്തിൻ്റെയും പുല്ലിംഗവും സ്ത്രീലിംഗവും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മൃഗങ്ങളുടെ കാര്യമാണെങ്കിൽ നമുക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം കുത്ത പുല്ലിംഗവും കുത്തി സ്ത്രീലിംഗവുമാണ്. പക്ഷെ ഒരു പുസ്തകം, കുട, പേന, മഴ, വെള്ളം, ഇതെല്ലാം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. മാസ്കുലിനും ഫെമിനിനും മാത്രമേ ഉള്ളൂ, പുല്ലിംഗവും സ്ത്രീലിംഗവും മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലെ ഭാഷകൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അതിൽ മാസ്കുലിനുണ്ട്, ഫെമിനിനുണ്ട്, ന്യൂട്ടർ ജെൻഡർ ഉണ്ട്. ഓക്കെ, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. ഞാനിവിടെ ഉദാഹരണമായിട്ട് എടുത്തത് മറാത്തി ഭാഷയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, കന്നഡയിലും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറാത്തിയിലെ കുറച്ച് വാക്കുകൾ പറയാം. മറാത്തിയിൽ ഇപ്പോൾ രാജ്, പഡ്ല എന്നാണ് വരുന്നത്. ഈ രാജ് എന്ന് പറഞ്ഞ പകരം അവൻ എന്ന് പറയാനായിട്ട് തോ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന തോ പഡ്ല. ഇനി സ്ത്രീ ആണെങ്കിൽ, റാണി ആണെങ്കിൽ റാണി വീണു എന്ന് പറയാനായിട്ട് റാണി പഡ്ലിയാണ്. ഇനി ഒരു ന്യൂട്രൽ ജെൻഡർ ആണെങ്കിൽ പുസ്തക് എന്ന് പറഞ്ഞാൽ പുസ്തകം വീണു എന്ന് പറയാനായിട്ട് പുസ്തക് പഡ്ലയാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തോ
പഡ്ല, തീ പഡ്ലി, തേ പഡ്ലെ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ. മാസ്കുലിനുണ്ട്, ഫെമിനുണ്ട്, ന്യൂട്രൽ ജെൻഡർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കന്നഡയ്ക്കും ഇതേ പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് കന്നഡ കൂടി പറയാം. കന്നഡ പറയാൻ പ്ലാനിലായിരുന്നു. കാരണം കന്നഡ ഈ ടോപ്പ് 5 വരുന്ന ഭാഷയല്ല. ടോപ്പ് 5 വരുന്ന 3ാമത്തെ ഭാഷയാണ് മറാത്തി. അതുകൊണ്ടാണ് ഞാൻ മറാത്തി എടുത്തത്. ഓക്കെ. അപ്പം കന്നഡയിൽ അവൻ വീണു എന്ന് പറയാനായിട്ട് അവനു ബിദ്ദ, അവൾ വീണു എന്ന് പറയാനായിട്ട് അവള് ബിദ്ദളു. ഇനി അത് വീണു. ഓക്കെ. അത് വീണു എന്ന് പറയാനായിട്ട് അതു ബിത്തു. ഓക്കെ. അത് എന്ന് പറഞ്ഞ പകരം ഇപ്പം പുസ്തകമാണെങ്കിലും പട്ടിയാണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ. അപ്പം അവിടെയും പുല്ലിംഗത്തിൽ ഒരു വെർബാണ്, സ്ത്രീലിംഗത്തിൽ വേറൊരു വെർബാണ്, പിന്നെ നപുംസകലിംഗത്തിൽ തേർഡ് ജെൻഡറിൽ വേറൊരു വെർബാണ്. അതുകൊണ്ട് തന്നെ ഓരോ വസ്തുക്കളും, ഈ ലോകത്ത് കാണുന്ന ജീവനില്ലാത്ത ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ മൃഗങ്ങളും ഏത് ലിംഗമാണ്, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദി പോലെയല്ല. ഓക്കെ. ഇനി 3ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറിയിൽ മാസ്കുലിനും നോൺ മാസ്കുലിനും മാത്രമേ ഉള്ളൂ. പുല്ലിംഗവും പുല്ലിംഗമല്ലാത്തതും. ഇങ്ങനെ പറയുമ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഷ നന്നായി അറിയാമെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഓൾറെഡി വന്നിട്ടുണ്ടാവും ഏത് ഭാഷയെക്കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു ഭാഷ മാത്രമല്ല, ഇന്ത്യയിൽ ആ ഒരു കാറ്റഗറിയിൽ വേറെ കുറേ ഭാഷകളും കൂടിയുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം ഓടിയെത്താൻ സാധ്യതയുള്ള ഒരു ഭാഷയാണ് തെലുഗു. പുല്ലിംഗവും പിന്നെ പുല്ലിംഗമല്ലാത്തതും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വീണു എന്ന് പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. മറ്റേ ഹിന്ദി പറഞ്ഞപ്പോഴും മറാത്തി പറഞ്ഞപ്പോഴും കന്നഡ പറഞ്ഞപ്പോഴും വീണു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് തന്നെ പറയാം. അവൻ വീണു എന്ന് പറയാനായിട്ട് അവനല്ല, അവന് പകരം നമുക്ക് ആ പേര് ഉപയോഗിക്കാം, രാജ്. തെലുങ്കിലേക്ക് വരുന്ന നേരത്ത് രാജു. രാജു പടിപ്പോയാടു, റാണി പടിപ്പോയിന്തി, ബുക്ക് പടിപ്പോയിന്തി, അതി പടിപ്പോയിന്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലിംഗം ഒഴികെ ബാക്കി എല്ലാത്തിനും ഫെമിനിൻ ജെൻഡറും ന്യൂട്രൽ ജെൻഡറും, സ്ത്രീലിംഗത്തിനും നപുംസകലിംഗത്തിനും ഒരേ ഗ്രാമാറ്റിക്കൽ പാറ്റേൺ ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ കാറ്റഗറി. ഇനി 4ാമത്തെ കാറ്റഗറിയിൽ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ജെൻഡേഴ്സ് ആണുള്ളത്. ഇതിന് ഉദാഹരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ടോപ്പ് 5 ഭാഷകളിൽ വരുന്ന ഒരു ഭാഷയും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. ഇതിൽ വരുന്ന കുറച്ച് ഭാഷകൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. കുടുക്, ഉറാവ്, സാദ്രി തുടങ്ങിയ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഭാഗത്ത് ഉപയോഗിക്കുന്ന കുറച്ച് ഭാഷകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഹ്യൂമൻ ജെൻഡറും നോൺ ഹ്യൂമൻ ജെൻഡറും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ, അവൾ, അവർ എന്നിവയ്ക്കൊക്കെ ഒരു വെർബും പിന്നെ അത് അല്ലെങ്കിൽ അവ, അതായത് വസ്തുക്കൾക്ക്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വേറൊരു ജെൻഡറും ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ. ഓക്കെ. നമുക്കിനി 5ാമത്തെ കാറ്റഗറിയിലേക്ക് വരാം. ഈ 5ാമത്തെ കാറ്റഗറി ഞാൻ 2ാമത് പറഞ്ഞായിട്ട് ബന്ധമുണ്ട്. അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. ഇവിടെ പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്, നപുംസകലിംഗത്തിൽ തന്നെ ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്. ഓക്കെ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഭാഷയിൽ അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ പെടുന്ന ഭാഷകൾക്ക് കുറേ അധികം പാറ്റേണുകളുണ്ട്. ആദ്യം ഈ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഭാഷയെ പറ്റി പറയാം. തമിഴാണ് ആ ഭാഷ. തമിഴിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതൽ ആഴത്തിൽ പോവുകയാണെങ്കിൽ കൂടുതൽ പാറ്റേൺ കാണാൻ പറ്റും. മാസ്കുലിൻ പുല്ലിംഗം, ഫെമിനിൻ സ്ത്രീലിംഗം, ആനിമേറ്റ് ന്യൂട്രൽ എന്ന് വെച്ചാൽ ജീവനുള്ള നപുംസകലിംഗം, ഇനാനിമേറ്റ് ന്യൂട്രൽ എന്ന് വെച്ചാൽ ജീവനില്ലാത്ത, ഇനാനിമേറ്റ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത, ആനിമേറ്റ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള, ഇനാനിമേറ്റ് ന്യൂട്രൽ, ആനിമേറ്റ് പ്ലൂരൽ, ഇന്നാനിമേറ്റ് പ്ലൂരൽ. ജീവനുള്ള ഒരു കൂട്ടം ആളുകൾക്കോ അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു കൂട്ടം വസ്തുക്കൾക്കോ ഉപയോഗിക്കുന്ന വേറൊരു പാറ്റേൺ. അങ്ങനെ 6 വ്യത്യസ്ത പാറ്റേണാണ് ഈ ഒരു കാറ്റഗറിയിലെ ഭാഷയ്ക്കുള്ളത്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. രാജു, രാജു വീണു എന്ന് പറയാനായിട്ട് രാജു വീഴുന്താൻ. ഇനി റാണിയാണെങ്കിൽ റാണി വിഴുന്താൾ. അവർ ആണെങ്കിൽ അവർ വിഴുന്താർ. ഓക്കെ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇപ്പം വിഴുന്താൻ, വിഴുന്താൾ, വിഴുന്താർ എന്നാണ് ഒഫീഷ്യലായ ഒരു റിട്ടൺ ഭാഷയെങ്കിലും സംസാരിക്കുന്ന നേരത്തെ എല്ലാം വിഴുന്ത വിഴുന്ത നമുക്ക് കേൾക്കത്തുള്ളൂ. ഓക്കെ. അപ്പം രാജു വിഴുന്താൻ, റാണി വിഴുന്താൾ, അവർ വിഴുന്താർ. ഇനി അത് ആണെങ്കിൽ അത് വിഴുന്തത്. അത് എന്നതിൻ്റെ പ്ലൂറലാണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ അവൈ എന്ന് പറഞ്ഞ വാക്ക് വരും. അവൈ വിഴുന്തന. പിന്നെ അവർകൾ, അവർകൾ വിഴുന്താർകൾ. ഓക്കെ. ഇതൊന്നും ആരും അധികം സംസാരിക്കാത്ത ഭാഷകളാണ്. സംസാരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗത്തിലൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ സിനിമ, TV ചാനൽ, ന്യൂസ് പേപ്പർ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സംസാര ഭാഷയിൽ ഇല്ലാത്തതാണ് ഈ അവർകൾ, വിഴുന്താർകൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പം
പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗ്രാമാറ്റിക്കൽ പാറ്റേൺ ഈ ഒരു ഭാഷയുടെ. ഓക്കെ, അപ്പം 5 കഴിഞ്ഞു. ഇനി ആറാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഭാഷകൾക്ക് ഫസ്റ്റ് പേഴ്സണിൽ ഒരു പാറ്റേൺ ആണ്, സെക്കൻഡ് പേഴ്സണിൽ വേറൊരു രീതിയാണ്. ഇനി തേർഡ് പേഴ്സണിൽ എല്ലാ സബ്ജക്റ്റിനും, അതിപ്പം അവനാണെങ്കിലും അവളാണെങ്കിലും അവരാണെങ്കിലും അത് ആണെങ്കിലും എല്ലാത്തിനും ഒരേ കോമൺ ആയ ഒരു വെർബൽ പാറ്റേൺ ആയിരിക്കും. ഓക്കെ, ഒരു ഉദാഹരണത്തിന് നമ്മുടെ ബംഗാളി പഠിപ്പിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവൻ എന്ന് പറയാനും അവൾ എന്ന് പറയാനും കൂടി ആ ഒറ്റവാക്കിയുള്ളൂ, അതാണ് ഈ ഷേ. പിന്നെ അവർ എന്ന് പറയാനായിട്ട് താര. അപ്പം ഈ ഷേ എന്ന് പറഞ്ഞ വാക്കിനും താര എന്ന് പറഞ്ഞ വാക്കിനൊക്കെ ഒറ്റ പാറ്റേൺ ആണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം കാജ്, ഷേ കാജ് കൊർബേ, താര കാജ് കൊർബേ, ഷേ കാജ് കൊർച്ചേ, താര കാജ് കൊർച്ചേ, ഷേ കാജ് കൊറേച്ചേ, താര കാജ് കൊറേച്ചേ എന്നൊക്കെ പറഞ്ഞ ഒരേ പാറ്റേൺ ആണ്. പക്ഷേ അവിടെ ഞാൻ എന്ന് പറഞ്ഞ വാക്കിനും അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞ വാക്കിനും നിങ്ങൾ താങ്കൾ എന്ന് പറഞ്ഞ വാക്കിനൊക്കെ വേറെയാണ്. പക്ഷേ ഈ തേർഡ് പേഴ്സൺ വരുന്ന നേരത്ത് മാത്രം ഒരേ വാക്കുകളാണ് വരുന്നത്, വെർബിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ കാജ് കൊറേച്ചേ, കാജ് കൊർച്ചേ, കാജ് കൊർബേ എന്നൊക്കെ പറയുന്നത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഈ വീണു എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ബംഗാളിലും ഉപയോഗിക്കാം. അവൻ വീണു എന്ന് പറയാനായിട്ട് ഷേ പോടെ ഗേലോ ആണ്. അതേപോലെ തന്നെ അവൾ വീണു എന്ന് പറയാനും അവർ വീണു എന്ന് പറയാനും ഈ പോടെ ഗേലോ അതേപോലെ തന്നെ ആയിരിക്കും. അതായത് ഷേ പോടെ ഗേലോ, താര പോടെ ഗേലോ. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ന് പറഞ്ഞ വാക്കും നീ എന്ന് പറയുന്ന വാക്കും വ്യത്യസ്തങ്ങളാണ്. ഇപ്പം ഞാൻ വീണു എന്ന് പറയാനായിട്ട് ആമി പോടെ ഗെലാമാണ്, അല്ലാതെ പോടെ ഗേലോ അല്ല. ഓക്കെ, അവിടെ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏഴാമത്തെ കാറ്റഗറിയിലേക്ക് വരാം. ഏഴാമത്തെ കാറ്റഗറിയിൽ സബ്ജക്റ്റ് എന്ത് തന്നെയാണെങ്കിലും, ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിലും സെക്കൻഡ് പേഴ്സൺ ആണെങ്കിലും തേർഡ് പേഴ്സൺ ആണെങ്കിലും, ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, അവർ, അത്, അവ എന്തൊക്കെയാണെങ്കിലും വെർബിൽ ഒരു വ്യത്യാസവുമില്ല. ഞാനിനി പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഗെസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ലാംഗ്വേജിൽ വരുന്ന ഭാഷകൾ അല്ലെങ്കിൽ ഭാഷ, ഇന്ത്യയിലെ ഭാഷകളിൽ ഞാൻ കണ്ടിരിക്കുന്നതിൽ, എൻ്റെ ലിമിറ്റഡ് റിസേർച്ചിൽ, എൻ്റെ ലിമിറ്റഡായ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം 1600-നും 2000-നും ഇടയിൽ ഭാഷകൾ ഇന്ത്യയിലുണ്ട്. ഇതെല്ലാം പഠിച്ചു എന്നോ പഠിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാനും പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്, ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഒരു ബിഗ് നമ്പർ ഓഫ് ലാംഗ്വേജസ് ഞാൻ കൈവച്ചിട്ടുണ്ട്. എത്ര ഞാൻ അവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. എൻ്റെ ഈ ലിമിറ്റഡ് റിസേർച്ചിൽ 100-ൽ താഴെയുള്ളൂ എന്തായാലും. ഈ ഒരു നമ്പർ വെച്ച് നോക്കിയിട്ട് ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ ഒറ്റ ഭാഷ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഭാഷ നമ്മുടെ മലയാളമാണ്. ഓക്കെ, ഞാൻ വീണു, നീ വീണു, അവൻ വീണു, അവൾ വീണു, അവർ വീണു, നമ്മളെല്ലാവരും ഒരുമിച്ച് വീണു. ഓക്കെ, അപ്പം അവിടെ വ്യത്യാസം വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇംഗ്ലീഷിലും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഇപ്പം സിമ്പിൾ പാസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഫെൽ എന്ന് പറഞ്ഞ വാക്ക് എടുക്കുകയാണെങ്കിൽ, ഐ ഫെൽ, യു ഫെൽ, ഹി ഫെൽ, ഷീ ഫെൽ, ഇറ്റ് ഫെൽ, ദേ ഫെൽ എല്ലാം ഒരേപോലെയാണ്. പക്ഷേ പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് വരുന്ന നേരത്ത് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഐ വാസ് ഫോളിങ്, വി വെയർ ഫോളിങ്, ഹി വാസ് ഫോളിങ്, ഷീ വാസ് ഫോളിങ്, പക്ഷേ ദേ വെയർ ഫോളിങ്. അങ്ങനെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷും മലയാളവുമായിട്ട് നല്ല സാമ്യമുണ്ട് ഗ്രാമറിന്റെ കാര്യത്തിൽ വെച്ച് മാത്രം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഭാഷകളിലൊക്കെ വ്യാകരണത്തിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മലയാളത്തിന്റെ വ്യാകരണം വളരെ എളുപ്പമാണ്, മലയാളത്തിലെ ഉച്ചാരണം ഒഴികെ ബാക്കിയെല്ലാം പഠിക്കാൻ എളുപ്പമാണ് എന്നെല്ലാം. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുന്ന നേരത്ത് മലയാളം ഭയങ്കര ടഫാണ്. അതിനൊരു കാരണം ചിലപ്പോൾ നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് കൊണ്ടാവാം. ഞാൻ പറയുന്നില്ല എല്ലാ മലയാളികളും ഫാസ്റ്റ് ആയിട്ടാണ് മലയാളം സംസാരിക്കുന്നതെന്ന്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നോർമൽ സ്പീഡിലാണ്. പക്ഷേ ഈ ഒരു നോർമൽ സ്പീഡ് ഒരു മറ്റു ഭാഷക്കാരന് വളരെ ഹൈ സ്പീഡാണ്. ഓക്കെ, അപ്പം അത് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഈ തമിഴന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, അവർ നമ്മൾ ഈ മലയാളത്തിൽ നിന്ന് സംസാരിക്കുന്ന പോലെ കുറേ വലിയ വലിയ സെന്റൻസുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അതിനേക്കാളും വലിയ സെന്റൻസ് ആക്കി ഉപയോഗിക്കാറില്ല. ചെറിയ ചെറിയ സെന്റൻസുകൾ ഷോർട്ടായിട്ട് പറയുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമ്മളാണിങ്ങനെ വലിച്ചു നീട്ടി എല്ലാ വാക്കുകളും എല്ലാ അക്ഷരങ്ങളും ശരിയായ രീതിയിൽ ഉച്ചരിക്കപ്പെടണം എന്നുള്ളൊരു ആത്മാർത്ഥതയോടെ സംസാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാകാം. അപ്പോൾ അത്രയും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ലാംഗ്വേജ് അനാലിസിസ് സീരീസിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോകൾ വേണമെന്നാണെങ്കിൽ കമന്റ് ചെയ്യുക. ലാംഗ്വേജ് അനാലിസിസ് സീരീസ് നമ്മൾ നിർത്തുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനലിൽ കന്നഡ, മലയാളം, ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, മറ്റുള്ള ഭാഷകൾ പഠിക്കാനായി നമ്മുടെ മറ്റുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേലു അല്ലു തെലുഗു നിങ്ങൾക്ക് തെലുഗു പഠിക്കണമെന്നാണെങ്കിൽ, ബംഗാളി ഫ്രം മലയാളി നിങ്ങൾക്ക് ബംഗാളി പഠിക്കണമെന്നാണെങ്കിൽ, പിന്നെ ABC to XYZ
ഇതുവരെ ആ ചാനലിൽ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് വീഡിയോകളുടെ റീ അപ്ലോഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉടൻ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ഫ്രം ബേസിക് ലെവൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. പിന്നെ നമ്മുടെ 5ാമത്തെ ചാനൽ നുറുങ്ങു ചിന്തകൾ, കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.